നമ്മുടെ സമീപകാല ജീവിതത്തിൽ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിച്ച, പിരിമുറുക്കം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് വരികൾക്കിടയിൽ അതിഥിയായി എത്തുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ അത്രയും പറയുമ്പോൾ തന്നെ ആളെക്കുറിച്ചൊരു സൂചന കിട്ടാൻ ഇടയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, മുൻ MLA എ പത്മകുമാർ. ശ്രീ പത്മകുമാർ, ഞാൻ പറഞ്ഞത് തെറ്റല്ലല്ലോ അല്ലേ? അല്ല, സമ്മർദ്ദം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഈ സമ്മർദ്ദം, നമുക്കുണ്ടാകുന്ന സമ്മർദ്ദം എവിടെയെങ്കിലും സമർപ്പിച്ചാൽ അത് ആ സമ്മർദ്ദം അവരേറ്റെടുക്കുമെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഈ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വലുതായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതങ്ങനെയായില്ല. അല്ല, ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയുടെ കാര്യം ഞാൻ പറഞ്ഞു. ശബരിമല സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിധി, യുവതീ പ്രവേശനം എന്ന പ്രശ്നം, ആ കാലത്ത് പ്രസിഡൻ്റായിരിക്കുക, ഈ വിമർശനവും ആക്ഷേപവും കേൾക്കേണ്ടിയും വരിക. അല്ല, അത് സ്വാഭാവികമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ പ്രസിഡന്റുമാർക്കും ഉണ്ടായിട്ടുള്ളതിൻ്റെ അവർക്ക് ആർക്കും ഇല്ലാത്തൊരു സൗഭാഗ്യം ഉണ്ടെങ്കിൽ മറ്റ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമ്മർദ്ദമൊന്നുമല്ല. സാധാരണ നിലയ്ക്ക് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിൻ്റെ കൂടെ ഇപ്പോൾ പഴയ പ്രസിഡന്റുമാർക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ദേവസ്വം ബോർഡ് എനിക്ക് വേറിട്ടൊരു സ്ഥാപനമല്ല. അല്ല, ശബരിമലയിൽ സമ്മർദ്ദമില്ലാതെ ഒരു ടൈം ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ചു. പക്ഷേ പ്രളയത്തോടുകൂടി നമ്മൾ ചെയ്തു വന്ന മുഴുവൻ കാര്യങ്ങളും അവതാളത്തിലാകുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ അന്ന് ഈ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ആ ജോലികളൊക്കെ തീർത്തിരിക്കുമ്പോഴാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധിയുടെ പ്രശ്നം വരുന്നത്. സ്വാഭാവികമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എല്ലാവരും ചോദിക്കാറുണ്ട്, മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്ര ധൃതി കാണിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു ധൃതി കാണിച്ചതല്ല. ഒരു കേരളത്തിലെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം യുവതീ പ്രവേശനത്തിനുള്ള അനുകൂലമായിട്ടുള്ള നിലപാടാണ്. കോൺഗ്രസും BJPയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ട് യുവതീ പ്രവേശനത്തിന് അനുഗുണമായിട്ടുള്ള നിലപാടും സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി സ്വാഭാവികമായി നടപ്പിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നത്. പിന്നീട് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർ അതിനോടൊപ്പം ചേരുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോഴും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് എടുത്തൊരു നിലപാട്, ഞങ്ങളൊരു പ്രത്യേകമായിട്ടുള്ള അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നില്ല. കഴിഞ്ഞ ബോർഡ് കൊടുത്ത അതേ നിലപാട്, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട അന്നത്തെ കാഴ്ചപ്പാട് തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടുത്തെ പ്രത്യേകത ഈ പ്രായത്തിൽ വരുന്ന സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാദമാണ് നമ്മളന്ന് ഉന്നയിച്ചത്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ NSSൻ്റെ വക്കീല് ശ്രീ പരാശരൻ, അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുന്ന വാദഗതികളാണല്ലോ സിംഗ്വി നമ്മുടെ ദേവസ്വം ബോർഡിന് വേണ്ടി നടത്തിയത്. പക്ഷേ അവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ നിലപാടും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെയും നിലപാടാണ്. റിവ്യൂ നൽകും, വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലയിലൊരു വിശ്വാസികളുടെ മൂഡ് പ്രകടിപ്പിച്ചുകൊണ്ടാണോ താങ്കൾ ആദ്യം ഒരു നിലപാട്? തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കും എന്നാണല്ലോ സത്യപ്രതിജ്ഞ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം റിവ്യൂ പെറ്റീഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ ഈ ബന്ധപ്പെട്ട ഇതേ വക്കീലന്മാരുമായിട്ട് തന്നെയാണ് നമ്മൾ ആലോചിച്ചത്. അവരുമായി നിയമോപദേശം തേടുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഇനി റിവ്യൂ പെറ്റീഷൻ ഇപ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല, ഒരു റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മളും ആ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഈ പറഞ്ഞ ആശയക്കുഴപ്പം. പക്ഷെ അത് ആലോചിച്ചത് വക്കീലന്മാരോട് മാത്രമാണോ? സർക്കാരുമായി ഒരു കൺസൾട്ടേഷൻ നടത്താതിരുന്നത് ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് കാരണമില്ല. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ പ്രതിപുരുഷന്മാരായിട്ട് നിൽക്കുന്നവരല്ല. ദേവസ്വം ബോർഡ് ഓട്ടോണമസ് ബോഡിയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ എടുത്ത പടി ആദ്യം തന്നെ ഈ റിവ്യൂ ഹർജി നൽകും എന്നൊരു നിലപാട് സ്വീകരിച്ചത് അബദ്ധമായോ? അന്ന് അബദ്ധമല്ല, അത് നമുക്ക് ലഭിച്ച അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത്. പക്ഷേ ഉണ്ടായൊരു പ്രശ്നം, നമ്മളെടുത്ത നിലപാട്
ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല. പക്ഷേ പലരും ഇതിനെ പൊളിറ്റിക്കലായിട്ട് കാണുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനു അഭിഷേക് സിംഗ്വി, അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖനായിട്ടുള്ള സീനിയർ അഡ്വക്കേറ്റാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങൾ അദ്ദേഹവുമായിട്ട് തന്നെ ആലോചിച്ചിട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. കാരണം ഈ കേസ് നന്നായി പഠിക്കുകയും നന്നായി വാദിക്കുകയും ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ ആദ്യം അദ്ദേഹവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടതും കാര്യങ്ങൾ ആലോചിച്ചതും. രണ്ടാമത്തെ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്താനാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ആലോചിച്ചത്. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ബന്ധപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റി. അദ്ദേഹം നിലപാട് മാറ്റിയതല്ല, അദ്ദേഹത്തിന് നിലപാട് എടുക്കുകയോ നിലപാട് മാറ്റുകയോ ചെയ്യാം. പക്ഷേ ബഹുമാനിതനായ കോൺഗ്രസ് നേതാവ് ശ്രീ PC ചാക്കോയാണ് ഡൽഹിയിൽ നിന്ന് പറയുന്നത് അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ വക്കാലത്തെടുക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഇടപെടലുണ്ടായി എന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ മറ്റൊരാളിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ ഈ റിവ്യൂ ഹർജി നൽകേണ്ടതില്ല എന്ന നിയമോപദേശം നൽകിയതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് ഉണ്ടല്ലോ, അവരുടെ നിന്നാണ് നമ്മൾ വിവരം കിട്ടിയത്. അതിന് ഇദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യമായില്ലേ? ഇവിടെ ദേവസ്വം ബോർഡ് റിവ്യൂ ഹർജി നൽകണമെന്ന് പറയുകയും സംസ്ഥാന സർക്കാർ വിധി നടപ്പാക്കാൻ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഈ ഡൽഹിയിൽ നടത്തിയ ആലോചന സ്വാഭാവികമായും കേരളത്തിൽ നടത്തേണ്ടതല്ലേ? ദേവസ്വം മന്ത്രിയുമായി മുഖ്യമന്ത്രിയുമായി അത് നമുക്ക് ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്താം. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണല്ലോ. നമ്മൾ സ്വതന്ത്ര അധികാരത്തോടു കൂടി പ്രവർത്തിച്ചല്ലേ പറ്റുള്ളൂ. അല്ല, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ചരിത്രപരമായ വിധിയാണ്, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്. അത് തുല്യതയുടെയും ലിംഗനീതിയുടെയും പ്രശ്നമാണ്. അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുന്നതല്ല. ഇതിലൊരു ക്രമസമാധാന പ്രശ്നം ഇപ്പോൾ പിന്നീട് കണ്ടതൊക്കെ ഇല്ലേ? അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമായി അത് മാറുമ്പോൾ അതൊക്കെ ആവാം. പക്ഷേ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ചർച്ചയാണ്, ദേവസ്വം ബോർഡിൻ്റെ തന്നെ അഭിപ്രായങ്ങളാണ് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തെടുക്കുന്ന നിലപാട്. അങ്ങനെ ആരും സ്വീകരിച്ചുമില്ല. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. അല്ല, പക്ഷേ എന്താ വെച്ചാൽ അതുകൊണ്ട് സംഭവിച്ചാൽ ബോർഡ് ഈ വിശ്വാസികൾക്കൊപ്പമല്ല എന്ന് വിശ്വാസികൾ പറയുകയും വിശ്വാസികൾ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. സർക്കാരിന് അലോസരം ഉണ്ടാക്കുന്ന നിലയിൽ മറുഭാഗത്ത് ദേവസ്വം ബോർഡും പ്രസിഡന്റും പോയി സർക്കാരും അത് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പ്രസിഡന്റും ബോർഡും കുറേ ദിവസങ്ങളെങ്കിലും പോയി. ആ ഒറ്റപ്പെടലോ അതല്ലെങ്കിൽ നമ്മളെടുക്കുന്നൊരു നിലപാടിൻ്റെ ഭാഗമായി ഒറ്റപ്പെടലോ അതല്ലെങ്കിൽ മറ്റെന്ത് വന്നാലും നമ്മൾ എടുക്കുന്ന ആ നിലപാട് ശരിയാണെന്നുള്ള ധാരണയിലാണല്ലോ നമ്മൾ എടുക്കുക. ആ നിലപാട് തെറ്റാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ തിരുത്തുകയല്ലാതെ വേറെ എന്താ മാർഗം? മുഖ്യമന്ത്രിക്ക് വലിയ അതൃപ്തി ആ സമയങ്ങളിൽ പ്രസിഡന്റ് എടുത്ത നിലപാടുകളോടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ചു അല്ലെങ്കിൽ ശകാരിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. എനിക്കങ്ങനെ യാതൊരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞാനുമായി മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടിസ്ഥാനത്തിലോ കണ്ടു തുടങ്ങിയതല്ലല്ലോ. അത് വേറെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ കണ്ടു തുടങ്ങിയതല്ലല്ലോ ഇതുവരെ. അതായത് ഇപ്പം നമ്മൾ ഭരണപരമായ കാര്യങ്ങളിൽ ആ ഔദാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കില്ല. ഇല്ല, ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടം വരെ എന്നോട് അദ്ദേഹം ഏതെങ്കിലും അതൃപ്തി രേഖപ്പെടുത്തുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ പൊതുവിൽ അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് ചിലപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. അത് പൊതുവിൽ തന്നെ പറഞ്ഞതാണല്ലോ. പൊതുവിലാണോ അതോ പത്മകുമാറിനോടുള്ള അതൃപ്തിയിൽ നിന്നാണോ? പത്മകുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. പത്മകുമാറോ അതല്ലെങ്കിൽ ശങ്കരദാസോ അതല്ലെങ്കിൽ ഞങ്ങൾ ദേവസ്വം ബോർഡ്. അദ്ദേഹം പത്തനംതിട്ട നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ല, ദേവസ്വം ബോർഡ് അങ്ങോട്ട് പോയാൽ എന്താ തിരിച്ചു കിട്ടുക എന്നുള്ളത് നല്ലതുപോലെ ചിന്തിച്ചോളണം. ഇപ്പോൾ വേണ്ടാതെ വടികൊടുത്ത് അടിവാങ്ങാന്ന് പറയുന്നില്ലേ, അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങിയേക്കരുത് എന്നാണ് പറയാനുള്ളത്. ഒരു പൊതുയോഗത്തിൽ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി പറഞ്ഞ ആ ഭാഷ, ആ സ്വരം മൃദുഭാഷയായിരുന്നില്ല, മൃദുസ്വരമായിരുന്നില്ല. അതിൽ വിമർശനത്തിൻ്റെയും അതൃപ്തിയുടെയും നല്ല കനമുണ്ടായിരുന്നു. ശ്രീ പത്മ ഇല്ല, അത് മുഖ്യമന്ത്രിയെ പറ്റി നന്നായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അദ്ദേഹം മൃദുവായി മൃദുവായി പറഞ്ഞാലും അദ്ദേഹം അല്ലാതെ പറഞ്ഞാലും രൂക്ഷമായി പറയുന്നതായിട്ട് ചിലർക്ക് തോന്നുള്ളൂ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്നെ വിമർശിക്കാനോ അതല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടാക്കണമെങ്കിലോ വ്യക്തിപരമായി തിരുത്താൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ട ആളും അതിന് എല്ലാ യോഗ്യതയുള്ള ആളാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. വ്യക്തിപരമായി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിപരമായി ഞാൻ എടുക്കും. പക്ഷേ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനം ദേവസ്വം ബോർഡിൻ്റെ തന്നെ തീരുമാനമാണ്.
അത് ദേവസ്വം ബോർഡ് ചർച്ച ചെയ്തിട്ടെടുക്കുന്ന തീരുമാനമാണ്. ശരി, പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിനനുസരിച്ച് പിന്നീട് ബോർഡ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതാണ് വിശ്വാസികൾ നിങ്ങളെ കൈയൊഴിഞ്ഞത്. ഈ വേണ്ട സമയങ്ങളിൽ തന്ത്രി കുടുംബവുമായി ആലോചിക്കാതിരിക്കുക, അല്ലെങ്കിൽ പന്തളം കൊട്ടാരത്തെ വിളിച്ച് ആലോചിക്കാതിരിക്കുക, അതൊക്കെ ബോർഡിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ പ്രശ്നത്തെ കുറച്ചുകൂടി ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. വിധി നടപ്പാക്കണോ വേണ്ടിയോ നല്ല ആലോചന. പക്ഷേ ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് ഏറ്റവും അവസാനം ചെയ്ത കാര്യം ഈ സ്വതന്ത്രമായ ഒരു നിലപാട് ബോർഡിനുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് ചെയ്യാമായിരുന്നു. താങ്കൾ അത് ചെയ്തില്ല എന്നത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാടിനൊപ്പം നിന്നതിൻ്റെ പ്രശ്ന ഭാഗമായിട്ടാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ പൊതുവിലങ്ങ് പറയാതിരുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ടോ ആണ്. ഇപ്പം നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണല്ലോ. ആര് പറഞ്ഞു തന്ത്രിമാരെ വിളിച്ചില്ല എന്ന്? വിളിച്ചിരുന്നു. ഈ കഴിഞ്ഞ മാസം 6-ാം തീയതി 3 മണിക്ക് ഇരിക്കാൻ ഉള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ പരസ്പരം ആലോചിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ധാരണ എത്താം എന്ന് ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ അവർ പറഞ്ഞു 6-ാം തീയതി നമ്മുടെ മൂത്ത തന്ത്രി ശ്രീ മോഹൻജി പറഞ്ഞു 6-ാം തീയതിത്തെ കാര്യത്തിൽ എന്തോ ചെറിയ വൈഷമ്യം വന്നുണ്ട്, 8-ാം തീയതി ആക്കാം എന്ന് പറഞ്ഞു. 8-ാം തീയതി രാവിലെ 10 മണിക്ക് കാണാമെന്നാണല്ലോ പിന്നീട് പറയുന്നത്. പക്ഷേ 7-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ചില സംഘടനകളോ ചില ലീഡർഷിപ്പോ അവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അല്ല, ഞങ്ങളുടെ കയ്യിലാരും വിധി വന്നതിന് ശേഷം തന്നെ തുടക്കത്തിലേ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ബോർഡ് ചെയ്തില്ല. തുടക്കത്തിലെ കാര്യം ഞാൻ ഈ പറഞ്ഞു. അല്ല, താങ്കൾ തന്നെ പറഞ്ഞു മറ്റു സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്നുവെങ്കിൽ ആ സമ്മർദ്ദത്തിന് അവർ വിധേയമാകണമെങ്കിൽ അത്രയും ദിവസമായിട്ടില്ല. ആദ്യത്തെ ഘട്ടത്തിൽ 28-ന് വിധി വരുന്നു. താങ്കൾ പറഞ്ഞത് 6-നോ 7-നോ മറ്റോ ആണ്. 5-ാം തീയതിയാണ് ഞങ്ങൾ വിളിച്ചത്. അപ്പോൾ അതിനോടിടയ്ക്ക് ചില സംഘടനകൾ അതവർ ഏതാണെന്ന് വ്യക്തമാക്കി, നമുക്കറിയാമല്ലോ. അപ്പോൾ അവരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് അവരെന്തൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഞങ്ങൾക്ക് ഇപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീട് അവരത് തിരുത്തി. അവരത് തിരുത്തിയെന്ന് മാത്രമല്ല, അവർ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അവർക്ക് മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള രൂപത്തിൽ അവരറിയിച്ച് അവർ ചർച്ച നടത്താൻ തയ്യാറായി. ഞങ്ങൾ ഉൾപ്പെടെ പോയിരുന്നാണല്ലോ ചർച്ച നടത്തിയത്. അത് പിന്നെ അവസാനം. പക്ഷേ അന്ന് വിളിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗം പോലും അവർ ബഹിഷ്കരിച്ചു. അവർ വരുന്നില്ല. ബഹിഷ്കരിക്കാൻ തയ്യാറായത് ഈ നിലയ്ക്കുണ്ടായ സമ്മർദ്ദം. അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതിൽ അവരെല്ലാം വിശ്വാസത്തിൽ ഇപ്പോൾ സാവകാശ ഹർജി കൊടുക്കുമെന്ന് ഏറ്റവും അവസാനം പറഞ്ഞപ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും അല്പം മയപ്പെട്ടുവെങ്കിൽ ഈ ബോർഡിന് തന്നെ തുടക്കത്തിൽ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തി വിശദീകരിച്ച് ഇങ്ങനെ ബോർഡ് പ്രവർത്തിക്കേണ്ടത് ബോർഡിന് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനോ പ്രസിഡന്റിന് കഴിയാതെ പോയോ? അല്ല, അങ്ങനെയല്ലല്ലോ. കാരണം ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ടാണ്. ഇപ്പോൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ആരുമായിട്ടാണ് ആദ്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഞങ്ങൾ ഇവരുമായിട്ട് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. അവരുമായി ചർച്ച ചെയ്തപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ വിളിച്ചപ്പോൾ അവർ വന്നില്ല. അവർ അന്ന് വന്നിരുന്നെങ്കിൽ ഈ കാര്യം അന്ന് തന്നെ നടന്നേനെ. ഈ സാവകാശ ഹർജിയോ അതല്ലേ റിവ്യൂ പെറ്റീഷനോ അന്ന് തന്നെ നടന്നേനെ എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ വന്നിരുന്നെങ്കിൽ നേരത്തെ നടക്കുമായിരുന്നു. സംശയം എന്താ? ഇപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തപ്പോഴല്ലേ ഈ തീരുമാനം വന്നത്. വിശ്വാസിയായ പ്രസിഡന്റ് അവിശ്വാസിയായ ഒരു സർക്കാരിന് വേണ്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന നിലയിലാണ് വലിയ പ്രചാരണം വന്നത്. അക്കാലത്തെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ അങ്കുലി ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കേണ്ട ഒന്നല്ല ദേവസ്വം ബോർഡ്. പക്ഷെ ഇവിടെ ദേവസ്വം ബോർഡിനെ നയിക്കുന്നത് അടിമകളെ പോലെയുള്ള ആളുകളാണ്. പാർട്ടി അടിമത്തം പേറുന്നവരാണ്, പാർട്ടിയുടെ മുഖം പേറുന്നവർ. ഇതാണ് പ്രചരിപ്പിച്ചൊരു പ്രധാന പ്രശ്നം. എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ അളവ് പോലെ ശ്രീധരൻപിള്ള സാറിൻ്റെ കൊടുത്തിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് ശബരിമലയിലെ യുവതികൾ പ്രവേശിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ശബരിമല അദ്ദേഹത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് കഴിഞ്ഞ ദിവസം ശ്രീധരൻപിള്ള സാർ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ രാഷ്ട്രീയം വളർത്താം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ശബരിമലയെ ഉപയോഗിക്കാം, ശബരിമല അവർക്കൊരു ആയുധമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതല്ല. പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ പത്മകുമാറിന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനായിട്ടുണ്ടോ? ശ്രീധരൻപിള്ളയ്ക്ക് അങ്ങനെ ആയിട്ടുമില്ല എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് എൻ്റെ ഭാഗത്ത് എന്താ മാറ്റം ഉണ്ടായിട്ടുള്ളത്? ഇതുവരെയുള്ള കാര്യത്തിൽ സുപ്രീം കോടതിയിൽ കേസിൻ്റെ കാര്യം വന്നപ്പോഴും റിവ്യൂ പെറ്റീഷൻ്റെ കാര്യം വന്നപ്പോഴും ഇത് ചിലപ്പോൾ റിവ്യൂ പെറ്റീഷൻ എന്നുള്ള പേര് മാറി റിപ്പോർട്ടെന്നുള്ള പേര് മാറി സാവകാശ ഹർജി എന്നുള്ളത് വന്നിട്ടുണ്ടെങ്കിലും ദേവസ്വം ബോർഡ് ഇതുവരെ എടുക്കേണ്ട നിലപാട് കൃത്യമായി എടുത്തു പോയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ അത് എല്ലാവർക്കും സന്തോഷകരമായിരിക്കണമെന്നില്ല. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനോ ദേവസ്വം ബോർഡോ എടുത്തിട്ടുള്ള നിലപാട് ശരിയായിരുന്നുവെന്ന് ഇന്നല്ലെങ്കിൽ നാളെ തെളിയും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ വിധി അത് നടപ്പാക്കേണ്ടതാണോ അല്ലയോ?
സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരട്ടെ, അപ്പം ഞാൻ അഭിപ്രായം പറയും. ഇപ്പം ഞാൻ അഭിപ്രായം പറയുന്ന പ്രശ്നമില്ല. സർക്കാർ തന്നെ അതിൽ ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ എന്തും പറഞ്ഞോട്ടെ, സർക്കാർ പറയുന്ന അഭിപ്രായം സർക്കാരിൻ്റെ അഭിപ്രായമാണ്. ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം ദേവസ്വം ബോർഡിനുണ്ട്. എനിക്ക് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എൻ്റേതുണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധി അവസാനമായിട്ട് വരട്ടെ, വന്നിരിക്കുമ്പോൾ ഞാൻ പറയാം. ഈ ദേവസ്വം ബോർഡ് ഫോളോ ചെയ്ത അഫിഡവിറ്റിൽ വളരെ ശക്തമായി തന്നെ ഈ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല, 10നും 50നും ഇടയിലെ യുവതികൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് തന്നെയല്ലേ അവസാനം വരെ എടുത്ത നിലപാട്? അതെ അതെ അതെ, അത് ആദ്യത്തെ വാദഗതിയിൽ അതാണ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒരു ഭക്ത പ്രസിഡന്റിനോടൊരു ചോദ്യം കൂടിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഒന്ന് ആ ചോദ്യത്തിനൊരു ഉത്തരം കൂടിയാണ്. റെഡി ടു വെയിറ്റ് എന്ന ഒരു കൂട്ടായ്മയുടെ സഹോദരിമാർക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ അഷ്ടമൈഥുനങ്ങളെയും വർജിച്ച് ശബരിമലയിൽ കൂടിക്കൊള്ളുന്നു എന്നുള്ള വിശ്വാസത്തിൽ തന്ത്രി വരെ പറഞ്ഞു കഴിഞ്ഞു യുവതീ പ്രവേശനം നടന്നാൽ നടയടച്ച് ശുദ്ധികലശം ചെയ്യേണ്ടി വരുമെന്നും അങ്ങനെ ആചാരവിലോപം ഉണ്ടായാൽ അദ്ദേഹം നടയടയ്ക്കുമെന്നും തന്ത്രിക്ക് അതിൻ്റെതായ ഭരണഘടനാ അധികാരങ്ങൾ ഉണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിധി നടപ്പിലാക്കുക എന്ന പേരിൽ യുവതികളെ സന്നിധാനവും തിരുമുറ്റവും വരെ എത്തിക്കാനല്ലാതെ ഒരു ദർശനം സാധ്യമാക്കാൻ ദേവസ്വത്തിന് എന്തായിരുന്നാലും കഴിയില്ല. അങ്ങനെ ഒരു വസ്തുത എന്തുകൊണ്ടാണ് അങ്ങ് കോടതിയെയും സർക്കാരിനെയും ബോധ്യപ്പെടുത്തി ക്ഷേത്രവിധികളിലെ ദേവപ്രശ്നവും മറ്റു കാര്യങ്ങളും മറികടക്കാൻ കഴിയില്ല എന്ന കാര്യം തുടർന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാത്തത്? അത് ആ ഒരു സഹോദരിയുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഇത് തന്നെ ഇവർ കരുതുന്നത് പോലെയാണോ കാര്യങ്ങളെന്നുള്ളത് എനിക്കെങ്ങനെ പറയാൻ പറ്റും? വിധി ആചാരത്തെ സമർത്ഥിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആചാരത്തിന്റെ ദൗർബല്യമാണ്. ആചാരത്തിന്റെ ദൗർബല്യമല്ലല്ലോ, ആചാരത്തിന്റെ ദൗർബല്യത്തെ പറ്റി അല്ലല്ലോ ഞാൻ ബലഹീനതയാണ്. അതല്ലെങ്കിൽ ആ വിധിയുടെ ബലഹീനതയെ പറ്റി അല്ലല്ലോ ഞാൻ പറഞ്ഞു. അല്ല, അതിന്റെ അതുകൊണ്ടായിക്കൂടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് വേറെ എന്ത് പറയാൻ പറ്റും? സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റുമോ ഇന്ത്യൻ ഭരണഘടന? അപ്പോൾ താങ്കൾ പറയുന്നത് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ പാടില്ലായിരുന്നു എന്നാണോ? പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ധാരണ, എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അത് ഡിമാൻഡ് ചെയ്തത് പഴയ ദേവസ്വം ബോർഡാണോ? പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കണമല്ലോ. താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കേസിനെ ഈ വിധിയിൽ എത്തിച്ചതിൽ മുൻ ദേവസ്വം ബോർഡിന് ഒരു വലിയ ഉണ്ടെന്ന് തന്നെയാണ്. ഒരു നിയമപരമായ പെശക് ഇന്ന് പോരാടുന്ന പ്രയാറിന് സംഭവിച്ചു എന്നാണ്. തീർച്ചയായിട്ടും. അത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ? എന്തിന്, എനിക്കെന്താ സംസാരിക്കാൻ കാര്യം? ചില നിയമജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം കൂടെ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് കരുതിക്കൂടാ. ആകെ ധർമ്മസങ്കടത്തിലാണ്. ഒരു ധർമ്മസങ്കടവും ഇല്ല. അങ്ങനെ സങ്കടം, അങ്ങനെ വൈകാരികമായി പ്രതികരിച്ചൊരു പ്രസിഡന്റല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ പോവില്ല എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ്, അതെന്തായിരുന്നു? അത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അതിപ്പോ അങ്ങനെ പറഞ്ഞിരുന്നോ? എന്തോ എന്റെ വീട്ടിൽ നിന്നും സ്ത്രീകൾ പോകില്ല എന്ന് പറയുന്ന എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ, ഞാൻ ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചിരുന്നത്? CPM. അപ്പോൾ എൻ്റെ വീട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ പോകാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാറില്ലല്ലോ. അതല്ല, ഞാൻ ചോദിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലാത്ത പത്മകുമാർ, കഴിഞ്ഞ 40-45 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പത്മകുമാർ, ആ പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് ഇനി ശബരിമലയല്ല വേറെ ഏതൊക്കെ ക്ഷേത്രത്തിലാണെങ്കിലും പറഞ്ഞുവിടാൻ പറ്റുമെന്നാണ് എൻ്റെ ചോദ്യം. എന്നോട് തന്നെ താങ്കൾ പറഞ്ഞു ഞാനിപ്പോൾ മാർക്സിസ്റ്റ് നേതാവല്ല, ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് പറയുന്നു എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ പോകില്ല എന്ന് പറഞ്ഞാൽ ആ ആചാരത്തെ മുറുകെ പിടിക്കുന്നു എന്ന് തന്നെയല്ലേ അർത്ഥം? അത് വിധിക്കും അപ്പുറത്ത് തന്നെ ഒരു കുറച്ച് ആചാരബോധ്യം. പാർട്ടിക്കാർ തന്നെ അതിൽ അതൃപ്തരല്ലേ? ഞാൻ വളരെ കൃത്യമായി പറയും, ഞാൻ ആരുടെയെങ്കിലും തൃപ്തിയും അതൃപ്തിയും നോക്കി പ്രവർത്തിക്കുന്ന ആളല്ല. ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും പിന്നാലെ പോയി നടക്കുന്ന ആളല്ല. താങ്കൾക്കൊരു വലിയ റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന പാർട്ടി സുഹൃത്തുക്കളില്ലേ? ഉണ്ടാവാം. ശരത് ഉൾപ്പെടെയുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. അല്ല, എന്റെ ചോദ്യമാണ്. അല്ല, ഇതുവരെ പോകാത്ത കാര്യം ഇനിയിപ്പോ പോകണമെന്ന് പറയാൻ ഞാൻ വാശി പിടിക്കുന്നില്ല. സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ. അപ്പൊ ഞാൻ അതിൽ തെളിയുന്നത് വിധിയോടുള്ള കടുത്ത അതൃപ്തിയാണ്. ആയിരിക്കാം. അതിലൊരു ഉറച്ച വിശ്വാസിയുടെ ആചാരത്തെ മുറുകെ പിടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ 1 കിലോ സ്വർണം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയെ കാണിച്ചാൽ ഇതുകൊണ്ട് കൂടുതൽ ആഭരണങ്ങൾ ഉണ്ടാക്കി എങ്ങനെ അണിഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. ഒരു സ്വർണ്ണക്കടക്കാരനെ കാണിച്ചാൽ ഇതുകൊണ്ട് ആഭരണം ഉണ്ടാക്കി എങ്ങനെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ നോക്കും. ഒരു കള്ളനെ കാണിച്ചാൽ ഇതെങ്ങനെ അടിച്ചു മാറ്റാൻ ശരത്ത് എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് വിരോധമില്ല. സ്വർണ്ണമായിട്ടിരിക്കുകയാണ്, ആ സ്വർണത്തിന് മാറ്റമില്ല. അഭിപ്രായങ്ങളോ ഞാൻ പറയട്ടെ, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത്
ഞാൻ എടുക്കുന്ന നിലപാടും എന്നെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളും ശരത്തിന് ശരത്തിൻ്റെതായിട്ട് വിലയിരുത്താം, മറ്റൊരാൾക്ക് മറ്റൊരാളുടേതായിട്ട് വിലയിരുത്താം. സമൂഹത്തിന് അങ്ങനെ എന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പമോ ഒരു വാചകമോ കേരളത്തിൽ കിടപ്പുണ്ട്. അതേക്കുറിച്ച് താങ്കൾ തന്നെ തുറന്നു പറഞ്ഞാൽ കേൾക്കാൻ ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് ഞാനൊരു പിന്നെ പെട്ടെന്നൊരു ബുദ്ധിഭ്രമം പറ്റിയിട്ട് പറഞ്ഞതല്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ സ്ത്രീകൾ ആരും പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ. അന്തിമ വിധിക്കനുസരിച്ച് താങ്കളുടെ മനോനില പാകപ്പെടും. അല്ല, എൻ്റെ മനോനില എങ്ങനെ പാകപ്പെടുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. വിധി വന്നിട്ടാട്ടെ. പ്രസിഡന്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മണ്ഡലകാലം, ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ നിഷേധിക്കുന്നു, പോലീസ് രാജ്, ഒരു ദേവാലയത്തിലും ഏർപ്പെടുത്താത്ത 144 പ്രഖ്യാപിച്ചു, അങ്ങനെ പോവുകയാണ്. ഇപ്പോഴത്തെ പോലീസിൻ്റെ നടപടി തൃപ്തികരമാണോ? അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ നയേണ്ടതായിട്ടുണ്ട്. ഇപ്പം തന്നെ ചില ഭക്തജനങ്ങൾ വന്നിട്ട് പകുതിയായിട്ട് പോയി എന്ന് കേട്ടു. ഞങ്ങളിപ്പോൾ വീണ്ടും ചർച്ചയിലാണ്, ഇന്നും ചർച്ച ചെയ്തു. ഇന്നും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയി വന്നല്ലോ. 2 ദൃശ്യങ്ങൾ താങ്കളെ ഒന്ന് കാണിക്കാം. ഇത് ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് മനസ്സിലാവും. 18-ാം പടി ശുദ്ധീകരിക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇവിടെ നിന്ന് ഹോസ് ഉപയോഗിച്ച് ഭക്തർക്ക് നേരെ വെള്ളം ചീറ്റുന്നു എന്ന നിലയിലാണ്. 1. 2, ഇത് നോക്കൂ. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കഴിഞ്ഞ വർഷം 2017 അവിടെ ഈ പ്രദേശം, സന്നിധാനവും പ്രദേശവും ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഈ രൂപത്തിലൊക്കെയുള്ള പഴയ ദൃശ്യങ്ങളെടുത്ത് ഇപ്പോൾ ഭക്തർക്ക് നേരെ ഇങ്ങനെ ഇത് അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന നിലയിൽ ഒരു വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ഒരു പ്രധാന ഏജൻസി എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെ അഭിപ്രായം പറയേണ്ട ബോർഡ് മാറി നിൽക്കുകയാണ്. എന്താണ് വസ്തുത എന്ന് പറയാൻ അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ അത് കുന്നുകൂടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഒരു സെറ്റ്. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഈ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരായിട്ട് നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നതിനെപ്പറ്റി ഞങ്ങളിപ്പോൾ ആലോചിക്കുകയാണ്, ദേവസ്വം ബോർഡ് ആലോചിക്കുകയാണ്. അതല്ലാതെ ഓരോ വാർത്തയ്ക്കും എല്ലാത്തിനും പറയാൻ നടന്ന് മറുപടി പറയാൻ കഴിയില്ലല്ലോ. അതാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും. ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ കാര്യം പറഞ്ഞു. ദേവസ്വം മന്ത്രി ചെയ്യേണ്ടി വരുന്നു. പഴയ ദൃശ്യങ്ങൾ എടുത്ത് കാട്ടി ദേവസ്വം മന്ത്രിക്ക് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വരുന്ന നിലയിൽ കാര്യങ്ങളുമല്ലോ. അതൊക്കെ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതുപോലെ വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ദേവസ്വം ബോർഡിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് സാധാരണ നിലയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു ഗുരുതരമായ സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ വ്യാജ വാർത്തകൾക്കെതിരെ കുറച്ചുകൂടി ജാഗ്രതയോടെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത് തന്നെയാണ്. ഇത് ശബരിമല മാത്രമല്ല, ഇതിനു മുമ്പ് പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വ്യാജ വാർത്തകൾ ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിലും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ദേവസ്വം ബോർഡ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ആ നടപടികളുമായി മുന്നോട്ട് പോട്ടെ. വിവാദങ്ങൾക്കിടയിലും നടപടികൾക്ക് തടസ്സം വരാതിരിക്കട്ടെ. താങ്ക് യു.